വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഭരണം പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യം ചെയർമാൻ കാസ്ട്രോക്ക് വരെ ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ഓഫീസ് ഒന്ന് സന്ദർശിച്ചു. ഓഫീസൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനിയെങ്കിലും കമ്മീഷൻ പ്രവർത്തിച്ചു തുടങ്ങുമോ എന്നാണ് പൊളിമിക്സിന് അറിയേണ്ടത്. പൊളിമിക്സിന് മാത്രമല്ല, സർക്കാരിനും അതറിയാൻ താല്പര്യമുണ്ട്. പ്രവർത്തനം തുടങ്ങാൻ പറ്റുമോ എന്ന് നോക്കാനും മനസ്സിലാക്കാനുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ സൗകര്യം മതിയോ? ഓരല്ലോ എങ്കിലും കൂടുതൽ സൗകര്യങ്ങൾ സ്റ്റാഫിനിരുന്ന് വർക്ക് ചെയ്യാൻ തക്ക വിധത്തിലുള്ളത് തരണം എന്നുള്ള നിലയിലുള്ള ആവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ടവരുടെയും മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത്. അവർ ഇതാണ് തന്നിരിക്കുന്നത്. അത് പറ്റുമോ എന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. സൗകര്യം പോരെന്നാണെങ്കിൽ ഇനിയിപ്പോൾ എന്താണാവോ ചെയ്യാൻ പോകുന്നത്? ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് നിശ്ചയിക്കും. തൽക്കാലത്തേക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. സംവിധാനങ്ങളൊക്കെ ഒരുക്കണം. സൗകര്യം പോരല്ലോ എന്ന് ചെയർമാൻ പറയുന്നതിന് മുൻപായി ഒരിടപെടൽ ഉണ്ടായില്ലേ? അതിനാണ് രാഷ്ട്രീയ ഇടപെടൽ എന്ന് പറയുന്നത്. ഇനി അങ്ങോളം അത് ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ നിലയിൽ എതിർപ്പുകളുണ്ട് സർവീസ് സംഘടനകളുടെ ഭാഗത്ത് ധാരാളമായി. ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന നിർദ്ദേശം പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ചർച്ചയായിട്ട് പരിശോധിക്കും. എല്ലാ വിമർശനങ്ങളും തെറ്റായ ആശയഗതികളോടുകൂടിയിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം ഞങ്ങൾ പരിശോധിക്കും. കണ്ടില്ലേ, പരിശോധിക്കുമെന്ന അശരീരിയാണ് ആദ്യം വന്നത്. VS പിന്നീട് അത് വിശദീകരിക്കുകയാണ് ചെയ്തത്. ഇത്രത്തോളമായ സ്ഥിതിക്ക് പൊളിമിക്സിനൊരു സംശയമുണ്ട്. സത്യത്തിൽ ഈ VSഉം CPMഉം തമ്മിലുള്ള ഇരിപ്പ് വശം എങ്ങനെയാണ്? VS പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ ഏറ്റവും സമ്പന്നനായ നേതാവാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സഖാവാണ്. ആ പരിഗണന വെച്ചിട്ടാണ് സഖാവിനെ പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു ചില സഖാക്കളെയും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാറ്റഗറിയിൽപ്പെട്ട മറ്റു ചില സഖാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് എന്നുള്ള നിലയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലും സഖാവ് VS അതിനുശേഷം തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം VS പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ VS ഉന്നയിച്ചൊരു ചോദ്യം പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിലുള്ള ഇൻവൈറ്റ് എന്നുള്ള നിലയിൽ സെൻട്രൽ കമ്മിറ്റിയിൽ VS അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. VSനുള്ള അഭിപ്രായങ്ങൾ സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. അതുപോലെ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എനിക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടോ എന്നുള്ളൊരു പ്രശ്നം VS ഉന്നയിച്ചു. നോക്കണേ, VSന് പാർട്ടി കൊടുക്കുന്ന ആദരവിൻ്റെ ആഴം നോക്കണേ. സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കും. ക്ഷണം സ്വീകരിച്ച് VS അവിടെ ചെന്ന് ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന് അദ്ദേഹം പാർട്ടിയോട് ചോദിച്ചിരുന്നുവത്രേ. ഇതൊന്നും കേട്ട് ആരും അന്തം വിടണ്ട. കമ്മ്യൂണിസ്റ്റ് രീതി അങ്ങനെയാണ്. അത് സംബന്ധിച്ച് സെൻട്രൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾക്കും സഖാവ് VSന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാം. അത് സംബന്ധിച്ച് സഖാവ് VSന് അഭിപ്രായം പറയേണ്ടുന്ന ഫോറം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് എന്ന തീരുമാനമാണ് കേന്ദ്ര കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അതുപ്രകാരം VS സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന സഖാവാണെങ്കിലും സംസ്ഥാന കമ്മിറ്റിയിൽ സഖാവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ പറയാം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത കേന്ദ്ര കമ്മിറ്റി വരുത്തിയിട്ടുണ്ട്. അങ്ങനെ അക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിലും
കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മട്ടും മാതിരിയും ഒന്നും അറിയാത്തവർ അപ്പോഴും ചോദിക്കും, വി എസിന് പുറത്തൊന്നും പറയാൻ പാടില്ലേ എന്ന്. പുറത്ത് ഞാനും പറയാൻ പാടില്ലല്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ഞാനും പാർട്ടിക്കെതിരായിട്ട് പുറത്ത് പറയാൻ പാടില്ല. പാർട്ടി സഖാക്കളെല്ലാം അതാത് ഘടകത്തിലാണ് അഭിപ്രായം പറയേണ്ടത്. അത് സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള തീരുമാനവും നടപടിയൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ. ആ അധ്യായം അവസാനിച്ചു. ഇനി പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അത് കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടും വി എസ് വന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ചില ജയരാജന്മാർ തോണ്ടിയെന്നോ മാന്തിയെന്നോ ഒക്കെ കേട്ടല്ലോ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനം കേരളത്തിലെ എല്ലാ പാർട്ടി മെമ്പർമാർക്കും ബാധകമാണ്. ആണ്, അതൊക്കെ ശരിയാണ്. എന്നിട്ടും ചിലർ കമ്മിറ്റിയിൽ വെച്ച് വി എസിനെ വിമർശിച്ചു എന്നാണല്ലോ കേട്ടത്. അത് ഞാൻ പറഞ്ഞതിനകത്ത് വ്യക്തമാണല്ലോ. പാർട്ടി മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകളും പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനം അംഗീകരിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പാർട്ടിക്കകത്ത് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ചെഗുവേരയുടെ കാര്യമെന്നാൽ ചെഗുവേരയുടെ ചിത്രങ്ങൾ എടുത്തു മാറ്റുന്ന കാര്യം, പണ്ഡിറ്റ് എൻ രാധാകൃഷ്ണൻജിയുടെ ഉത്തരവ് നടപ്പാക്കുന്ന കാര്യം. ബി.ജെ.പിയുടെ നേതാവ് പറഞ്ഞു, ചെഗുവേരയുടെ പടം കേരളത്തിലെവിടെയും വെക്കാൻ പാടില്ല. DYFI വ്യാപകമായി ചെഗുവേരയുടെ പടങ്ങൾ വെക്കുന്നു. അതെല്ലാം തന്നെ എടുത്തു മാറ്റണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ചെഗുവേരയുടെ ഒരു പടവും എടുത്തു മാറ്റാൻ പോകുന്നില്ല. ചെഗുവേരയുടെ വെച്ച പടങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അത് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ചെഗുവേരയുടെ പടങ്ങൾ വെക്കും. ചെഗുവേര ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ആളാണ്. ചെഗുവേരയെ സംബന്ധിച്ചിടത്തോളം ഫിഡൽ കാസ്ട്രോ 1959 ഭരണം ആരംഭിച്ചപ്പോൾ ആ ഫിഡൽ കാസ്ട്രോവിൻ്റെ ഭരണത്തിന് കീഴിൽ ചെഗുവേര കബാന എന്ന് പറയുന്ന ആ ജയിലിൻ്റെ മേധാവിയായി നിയോഗിക്കപ്പെട്ടു. 1959 ജാനുവരി മാസം 2-ാം തീയതി മുതൽ ജൂൺ മാസം 12-ാം തീയതി വരെയുള്ള പരിമിതമായ കാലയളവിലാണ് അദ്ദേഹത്തിന് ജയിലിൻ്റെ ചുമതലയുണ്ടായത്. ആ ജയിലിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ചെഗുവേര നടത്തിയിട്ടുള്ള കിരാതമായ കൊലപാതക പരമ്പരകൾ ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. കേട്ടോ, മാനവരാശിയുടെ വിമോചനത്തിനായി സധൈര്യം പൊരുതിയ ധീര വിപ്ലവകാരിയാണ് യുവത്വത്തിന്റെ പ്രതീകമായ ഏണസ്റ്റോ ചെഗുവേര. അതുകൊണ്ട് എനിക്ക് പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത്, അടിയന്തരമായി കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ അരക്ഷിതാവസ്ഥയും അരക്ഷിത ബോധവും അരാജകത്വവും സൃഷ്ടിക്കുന്ന, പ്രത്യേകിച്ച് ഒരു പുതിയ കൊലപാതക പരമ്പരയിലേക്ക്, നൂതനമായ പുതിയ പരീക്ഷണങ്ങളാണ് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീവച്ച് ആളുകൾ കൊണ്ട് നാളെ എന്ത് പരീക്ഷണമെന്ന ഭയപ്പാടിൻ്റെ നടുവിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോകൾ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്ന് പിൻവലിക്കണം എന്നാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ. അയാൾക്ക് വലിയ പരിവേഷം കൊടുത്ത് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ്. അസ്വസ്ഥരായി നിൽക്കുന്ന തൊഴിൽരഹിതരായ യുവാക്കളുടെ മുമ്പാകെ ഒരു മാർഗദീപം പോലെ ഉയരേണ്ടതായ നേതൃത്വ നിരയുടെ ഫോട്ടോകൾക്ക് പകരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരാജകത്തിൻ്റെ വിത്ത് പാകി പ്രാകൃതമായ രീതിയിൽ മനുഷ്യനെ കൊലപ്പെടുത്തി രാജ്യത്ത് അരാജകത സൃഷ്ടിച്ച് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയി ചെഗുവേരയുടെ ഫോട്ടോയിൽ നിന്ന് എന്താണ് കേരളം പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും കഞ്ചാവ് വലിച്ചിരിക്കുന്ന ചെഗുവേരയുടെ ഫോട്ടോ അത് ബനിയനുകളായി സ്വീകരിക്കുന്നു.
Celestia comandante Che Guevara. ചരിത്രമറിയാവുന്നത് കൊണ്ടാണത്രേ കുട്ടികൾ ചെഗുവേരയെ താരമായി സ്വീകരിച്ചത്. ചരിത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, വേറൊരു സംഘം കുട്ടികൾ ചരിത്രം പഠിക്കാൻ എത്തിയിട്ടുണ്ട്. കടന്നപ്പള്ളിയും കുട്ടികളും കൂടി എവിടെ പോകുന്നു എന്നല്ലേ, അവർ ചരിത്ര സ്മാരകങ്ങൾ കണ്ടു പഠിക്കാനായി പോവുകയാണ്. ഒരു സന്ദർശന യാത്ര എന്നതിനേക്കാൾ ഏറെ ഒരു തീർത്ഥയാത്ര പോലെ സംശുദ്ധമായ ഒരു യാത്ര കൂടിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്ര വസ്തുതകളും ചരിത്ര വിസ്മയങ്ങളും ഈ മഹാരാജ്യത്തിൻ്റെ ചരിത്ര നിർമ്മിതിക്ക് നടന്നിട്ടുള്ള പുരാതനമായ മഹിതമായ സംരംഭങ്ങളുടെയും നിത്യസ്തംഭങ്ങളെയും സ്മാരകങ്ങളെയും കാണാനും അത് മനസ്സിലാക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള യാത്ര, സ്വാഭാവികമായി പഠനയാത്ര എന്നതിനേക്കാൾ ഏറെ ഞാൻ അത് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു തീർത്ഥയാത്ര പോലെ വിശുദ്ധമാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ യാത്ര കടന്നപ്പള്ളിയുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നതിൻ്റെ സാങ്കത്യമാണ് പൊളിമിക്സിന് മനസ്സിലാവാത്തത്. ഏതാണ്ട് പുരാവസ്തു വകുപ്പിന് ഏറ്റെടുക്കാവുന്ന പ്രായം ചെന്ന ഒരു കെട്ടിടമാണ് ഞാൻ താമസിക്കുന്ന ഈ റോസ് ഹൗസ്. ഇത് പഴയ പേര് റോസ ഹൗസ് എന്നാണ്, റോസ എന്നാണ്, സായിപ്പിൻ്റെ കാലത്താണ്. പിന്നീടാണ് സൗന്ദര്യവൽക്കരിച്ചപ്പോൾ അത് തന്നെ മതിയായിരുന്നു. ഈ പഴയതിന് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പഴയതിൻ്റെ സൗന്ദര്യം വേറെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും കാണാൻ വലിയ ഇതില്ലെങ്കിലും ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കെട്ടുകളൊന്നും ഇപ്പോൾ കാണാൻ കഴിയില്ല, സൃഷ്ടിക്കാൻ കഴിയില്ല. പഴയ മരം കൊണ്ട് സൃഷ്ടിച്ചതൊക്കെ നിങ്ങളുടെ കാരിരുമ്പിനേക്കാൾ കോൺക്രീറ്റിനേക്കാൾ ബലിഷ്ടമാണ്. നല്ല ശുദ്ധമായ മരം അന്ന് കിട്ടും. ഇന്നെല്ലാം അശുദ്ധമായി കൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെയും ഗുണനിലവാരം കുറഞ്ഞുപോയി എന്ന് മാത്രം. ആ വീട് കടന്നപ്പള്ളിക്കായി മാറ്റിവെച്ചവരെയും അഭിനന്ദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. രാഷ്ട്രീയത്തിലെ ഒരു പുരാവസ്തുവാണല്ലോ ഈ ആദർശ രാഷ്ട്രീയക്കാരൻ. ഏതായാലും അഭിനന്ദിക്കേണ്ടവരെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കലാപമാണ്. KSU എന്ന വിദ്യാർത്ഥി സംഘടന അതിന് ജീവനുണ്ടെന്നും അതിൻ്റെ തലച്ചോറ് പ്രവർത്തനക്ഷമമാണെന്നും തെളിയിച്ചു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് മുതലാളിമാരുടെ ഓഫീസിനു നേരെയാണ് KSU പ്രവർത്തകർ പ്രതിഷേധം പ്രകടിപ്പിച്ചത്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഓഫീസാണ്. ഇവിടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ കൂടുകയാണ്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ
ഇപ്പോൾ മറ്റ് പല കോടതികളിലും നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അതുപോലെ അസോസിയേഷൻ്റെ ഭാവി പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും 10 മണിക്കാണ് ഇന്നിവിടെ എക്സിക്യൂട്ടീവ് വെച്ചത്. എക്സിക്യൂട്ടീവ് വെച്ച അവസരത്തിൽ തന്നെ ഞങ്ങളുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പറ്റം KSU പ്രവർത്തകരാണ് മുദ്രാവാക്യം വിളി കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വന്ന് ഇവിടെ ഓഫീസ് ആക്രമിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല. KSUക്കാരാണ് എന്ന് മാത്രമല്ല, അവർ SFIക്കാരോളം രാഷ്ട്രീയ ബോധമുള്ള KSUക്കാരാണ് എന്നും പൊളിമിക്സിന് മനസ്സിലായി. പാമ്പാടി എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ മരണമാണ് ഇതിനൊക്കെ കാരണം. അത് പക്ഷേ മുതലാളിമാർക്ക് മാത്രം ഇനിയും മനസ്സിലായിട്ടില്ല. കോളേജിലുണ്ടായ സംഭവത്തിൽ അസോസിയേഷൻ ഞങ്ങളൊരു ചർച്ച ചെയ്ത് ഞങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ അസോസിയേഷന് ആളുകൾ വന്ന് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അസോസിയേഷൻ്റെ ആളുകൾ ചർച്ച ചെയ്ത് അതിനെക്കുറിച്ചൊരു തീരുമാനമെടുത്തിട്ട് കോളേജിലെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതിന് വേണ്ട നടപടികൾ എടുക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉത്തരവാദികളാണ്. അതിലേക്ക് ഞങ്ങൾ വരും. അത്രയൊന്നും കാത്തു നിൽക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാത്തു നിൽക്കാൻ പാടില്ല താനും. ഒരനീതി ഉണ്ടായാൽ അതിനെതിരെ വലിയ കലാപമുണ്ടാവണമെന്നത് നീതി മാത്രമാണ്. വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും നയിക്കുന്ന രാഷ്ട്രീയ കാവ്യനീതി. അങ്ങനെ പലവിധ സമ്മർദ്ദങ്ങളുടെയും ഫലമായി കോൺഗ്രസിന്റെ കാലാൾപ്പട ഏതാണ്ട് അങ്ങ് എഴുന്നേറ്റ് നിൽക്കാൻ പാകത്തിലായിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. യൂത്ത് കോൺഗ്രസിൽ നിന്നും ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. വേറൊന്നുമല്ല, എരുതിയിൽ നിന്നും പറകെട്ടിയിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ മാറി മാറി സാധാരണക്കാരുടെ നിത്യജീവിതത്തെ പരീക്ഷിക്കുമ്പോൾ അതിനൊരു രക്ഷകരായി ആ ജനവിരുദ്ധ ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി ആ നയങ്ങളെ തിരുത്തിക്കാനുള്ള യഥാർത്ഥ തിരുത്ത ശക്തിയായി യൂത്ത് കോൺഗ്രസും ശക്തിപ്പെടുമെന്നുള്ള കാര്യം അവർ പ്രതീക്ഷ വെക്കുന്നു. ആ പ്രതീക്ഷയുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ, ഈ പാർട്ടിയെ സഹായിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതീക്ഷയുടെ പ്രതിഫലനമായിരുന്നു ഇന്നലത്തെ കോൺഗ്രസ് മാർച്ചിലുണ്ടായിരുന്ന ജനലക്ഷങ്ങളുടെ മുന്നേറ്റം എന്ന കാര്യം സൂചിപ്പിക്കാൻ കഴിയും. KC വേണുഗോപാലിനെ പോലുള്ള കോൺഗ്രസുകാരുടെ പ്രതീക്ഷ പൂവണിയിക്കാൻ അതാ വരുന്നു കാലാൾപ്പട. കേട്ടില്ലേ? കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്ന്. 3 ആളെ കൊന്നു എന്ന് പറഞ്ഞ മന്ത്രിയെ ഒഴിവാക്കാനുള്ള സമരമാണ്. അപ്പോൾ പിന്നെ തലവെട്ട് മുദ്രാവാക്യം ആകാമായിരിക്കും. വീരപ്പ
ഇത് കണ്ടില്ല ഇവരെയൊക്കെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ടല്ലോ. എന്നാ പ്രതിഷേധം? നിങ്ങൾ എന്തോ പറയുന്നത്? എന്താ പുതിയ സംഭവം? എന്താ ഉമ്മൻചാണ്ടിയുടെ കാലത്തെടുത്ത കേസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൂട്ടരും കൂടെ കൂടി കേസെടുത്തു. 4 കൊലക്കേസ് എൻ്റെ വീട് കെട്ടിച്ചമയാനാണ് നോക്കിയത്. 1 അറസ്റ്റ് ചെയ്തു. കേട്ട് ആ കേസ് അന്നും നിൽക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ നിൽക്കുന്നു, MLA ആകുമ്പോൾ നിൽക്കുന്നു, മന്ത്രിയാകുമ്പോഴും ആ കേസുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും യൂത്ത് കോൺഗ്രസിന് സമരശക്തിയില്ല എന്ന് മാത്രം ഇനി മുഖ്യമന്ത്രി പറയരുത്. ഇതിലും വലിയ തുള്ളൽ എരുമേലിയിൽ മാത്രമേ പൊളിമിക്സ് കണ്ടിട്ടുള്ളൂ. ഈ പേട്ടതുള്ളൽ കാണുമ്പോഴൊക്കെ ഉള്ള സംശയമാണ്. ഉള്ളിൽ ഒതുങ്ങാത്തത് കൊണ്ട് ചോദിച്ചു പോവുകയാണ്, സത്യത്തിൽ വാവരുസ്വാമിയാണോ PC ജോർജാണോ അയ്യപ്പസ്വാമിയുടെ ഇഷ്ടക്കാരൻ? ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.